حالات. الحمد لله الكريم الوهاب الرحيم التواب غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إله الأولين والآخرين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ സത്യവിശ്വാസികൾ, വിശ്വാസിനികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വാബോധമുള്ളവരായി, ധർമ്മനിഷ്ഠയുള്ളവരായി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അധിക തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മസംസ്കരണത്തിൻ്റെ ദിനരാത്രങ്ങൾ പരിശുദ്ധമായ അനുഗ്രഹീതമായ റമദാനിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവർക്കാകമാനമുള്ള മാർഗദർശനത്തിനുള്ള വിശുദ്ധമായ ഒരു ഗ്രന്ഥം അല്ലാഹു തആല അവതരിപ്പിച്ചത് ഈ മാസത്തിലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ആ പരിശുദ്ധ ഖുർആൻ മനനം ചെയ്യുവാൻ, പഠിക്കുവാൻ, ആ ഖുർആനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ, ആ ഖുർആനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് തന്നെ ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് അല്ലാഹു പകർന്നു തന്നിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഖുർആനിൻ്റെ പാഠം നോക്കുമായിരുന്നു. അതേപോലെ ഈ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഔദാര്യം നൽകുമായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദൻ നാസി ഫീ റമളാൻ. റമളാൻ മാസത്തിൽ അങ്ങേയറ്റം ഉദാരനാകുമായിരുന്നു. വായുവേഗത്തിൽ അത്രമാത്രം ഔദാര്യം റസൂൽ ഈ മാസത്തിൽ കാണിക്കാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയിട്ട് അല്ലാഹു ഖുർആനിൽ പറയുന്ന കാര്യമുണ്ട്. 3 വിഭാഗമായി അല്ലാഹു തആല ഖുർആനെ തിരിക്കുന്നുണ്ട്. 3 കാറ്റഗറിയായി അല്ലാഹു തആല ഖുർആൻ നൽകിയ ഈ സമുദായം ആ ഖുർആനിനോട് സ്വീകരിച്ച സമീപനത്തിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗമായി തിരിക്കുന്നു. അതിൽ ഒരു വിഭാഗം അല്ലാഹു ആദ്യമായി പറയുന്നത് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. ഖുർആൻ കയ്യിലുണ്ട്, പക്ഷേ അവൻ ളാലിമാണ് എന്ന് അല്ലാഹു പറയുന്നു. ഖുർആൻ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്, അലമാരയിലുണ്ട്, ആയത്തുൽ കുർസിയൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ടുണ്ട്, പക്ഷേ കാര്യമില്ല. ളാലിമുൻ ലിനഫ്സിഹി, ഖുർആനിനോട് അവൻ ളുൽമു ചെയ്യുന്നവനാണ്. എങ്ങനെയാണ് അവൻ ഖുർആനോട് ളുൽമു ചെയ്യുന്നത്? ഒരുപാട് സംഗതികളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമുദായത്തിൽ, ഈ ഉമ്മത്തിൽ 5 നേരം കൃത്യമായി നിസ്കരിക്കാത്ത എത്രയോ ആളുകളെ നമുക്ക് കാണാം. കൃത്യമായ നിലക്ക് 5 നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ പ്രത്യക്ഷത്തിലുള്ള സാക്ഷ്യമായി, അടയാളമായിട്ട് നൽകിയതാണ് 5 നേരത്തെ നിസ്കാരം. ഞാൻ മുസ്ലിമാണ് എന്ന് തെളിയിക്കാനുള്ള അവസരം. വ അന മിനൽ മുസ്ലിമീൻ, വ അന മിനൽ മുസ്ലിമീൻ. എന്നാൽ ആ നിസ്കാരം വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവരെ നമുക്ക് കാണാം. വേറെ ചില ആളുകൾ വർഷത്തിൽ 1-2 പ്രാവശ്യം നിസ്കരിക്കുന്നവർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുന്നവർ, അല്ലെങ്കിൽ റമളാൻ മാസം ഒന്ന് വരുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന ആളുകൾ, പിന്നെ ഇല്ല. അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ കയ്യിൽ പിടിച്ച് ഈ സമുദായത്തിലുണ്ടെങ്കിൽ അവർ ളാലിമാണ്, സ്വന്തത്തോട് ളുൽമു ചെയ്യുന്നവരാണ്. ഇത് നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇനി സക്കാത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. ഈ ഉമ്മത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾക്ക് സാമ്പത്തികമായ കഴിവുണ്ടായാൽ സക്കാത്ത് നിർബന്ധമാണ്. എന്നാൽ ഖുർആൻ കൽപ്പിച്ചതുപോലെ സക്കാത്ത് കൊടുക്കുന്നവർ
എത്ര പേര് ഈ ഉമ്മത്തിലുണ്ട്? വീട്ടിലേക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും ആളുകൾ വരുമ്പോൾ, ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കളോ സാമൂഹികമായി അറിയപ്പെട്ട നേതാക്കളോ വ്യക്തികളോ വരുമ്പോൾ അവർക്ക് വാരിക്കോരി ദാനം നൽകുന്ന ആളുകൾ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകൾ, സക്കാത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പറ്റിക്കുന്നവർ ഈ ഉമ്മത്തിൽ ഉണ്ട് എങ്കിൽ അവരെ അള്ളാഹു പറയുന്നത് ലാലിമുൻ ലിനഫ്സിഹി, അവർ സ്വന്തത്തോട് ദുൽമു ചെയ്യുന്നവർ, ദുൽമു ചെയ്തവർ എന്നാണ്. ഒരു മനുഷ്യൻ, ഒരാൾ മുസ്ലിമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ സാക്ഷ്യങ്ങളിൽ ഒന്നായിട്ടാണ് സക്കാത്ത് കൊടുക്കുക എന്നതും. അതായത് മുസ്ലിമായിരിക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരായിട്ടാണ് സക്കാത്ത് കൊടുക്കാത്തവരെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമായിരിക്കെ മുശ്രിക്കായി പോകുന്ന, മുസ്ലിമായിരിക്കെ കാഫിറായി പോകുന്ന, മുസ്ലിമായിരിക്കെ മുനാഫിക്കായി പോകുന്ന അപകടകരമായ ഒരവസ്ഥയാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ഈ 3 നിലക്കുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം, വവൈലുൽ ലിൽ മുശ്രിക്കീന അല്ലദീന ലാ യുതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങൾക്ക് നാശം. അല്ലദീന, എങ്ങനെയുള്ള മുശ്രിക്കുകളാണ്? ലാ യുതൂന സകാത്ത, സകാത്ത് കൊടുത്തു വിടാത്ത മുശ്രിക്കുകൾ. അവിടെ അല്ലാഹു തആല മുശ്രിക്ക് എന്ന് പറഞ്ഞത് സക്കാത്ത് കൊടുത്തു വിട്ടാത്തവർക്കാണ്. എന്തെങ്ങനെ പറയാൻ കാരണം നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുദൈവ വിശ്വാസി, അല്ലാഹു അല്ലാത്തവയെ ആരാധിക്കുന്നവൻ. അവരെയാണല്ലോ മുശ്രിക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അല്ലാഹു തആല സക്കാത്ത് കൊടുക്കാത്തവരെ ആ പേരിൽ വിളിക്കാനുള്ള കാരണം എന്താണ്? അവൻ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ അവൻ സമ്പത്തിനെയാണ് പൂജിക്കുന്നത്. അതാണ് അവൻ സമ്പത്തിനോട് നടത്തുന്ന ധനപൂജയാണ്. അവൻ്റെ സമ്പത്തിനെയാണ് അവൻ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു അവിടെ ആ നിലക്ക് പ്രയോഗിച്ചത് എന്ന് നമുക്ക് കാണാം. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല കാഫിർ എന്ന പ്രയോഗത്തിലും നമുക്ക് കാണാൻ പ്രയോഗിച്ചത്. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതഅമഹു. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവാക്കുക എന്നവരോട് പറയപ്പെടുമ്പോൾ ഖാലല്ലദീന കഫറൂ, കാഫിറുകൾ പറയും, ലില്ലദീന ആമനു, വിശ്വസിച്ചവരോട്, അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹ് അതഅമ, അല്ലാഹ് ആർക്കെങ്കിലും ഭക്ഷിപ്പിക്കാനത് നമ്മളെന്തിനാ കൊടുക്കുന്നത്, അവർക്ക് അല്ലാഹ് കൊടുക്കുന്നില്ലേ എന്ന് കാഫിറുകൾ പറയും. നോക്കണം, അവിടെ സക്കാത്ത് നൽകാത്തവരെ, ദാനം നൽകാത്തവരെ കാഫിർ എന്ന പ്രയോഗത്തിൽ പ്രയോഗിച്ചത് കാണാം. അപ്പോൾ മുശ്രിക്ക് എന്ന പ്രയോഗവുമുണ്ട്, കാഫിർ എന്ന പ്രയോഗവുമുണ്ട്, മുനാഫിഖ് എന്ന പ്രയോഗവും കാണാം. നമുക്കറിയാമല്ലോ, കപടവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ പ്രവാചകന്റെ കാലത്തുണ്ടായത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ടല്ലോ, 63-ാമത്തെ അധ്യായം, സൂറത്തുൽ മുനാഫിഖൂൻ. അവർ മുസ്ലിമുകളുടെ ഇടയിൽ തന്നെ ഉള്ളവരാണ്. അവർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരും, അവരും നോമ്പ് നോൽക്കും, ഒക്കെ ചെയ്യും. അവരെ പറ്റി അല്ലാഹു തആല സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി. അവരുടെ കൂട്ടത്തിലുണ്ട്, കപടവിശ്വാസികളെ പറ്റി പറയുന്നതാണ്. അവർ അള്ളാഹുവിനോട് കരാറ് നടത്തുന്നു, ഞങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ ലനസ്സദ്ദഖന്ന, ഞങ്ങൾ സദഖ കൊടുക്കും, ഞങ്ങൾ സക്കാത്ത് കൊടുക്കും, ഞങ്ങൾ സാലിഹ്യങ്ങളിൽപ്പെട്ടവരാകും. അങ്ങനെ അല്ലാഹു തആല അവർക്ക് ഔദാര്യം അങ്ങ് നൽകുമ്പോൾ ബഖിലൂ ബിഹി, അവർ ലുബ്ധ് കാണിക്കും. എന്നിട്ട് അല്ലാഹു അവരെ പറ്റി പറഞ്ഞു ഫഅഖബഹും നിഫാഖ, അവരെ പിടികൂടിയിട്ടുള്ളത് നിഫാഖാണ്, കാപട്യമാണ്, കപടവിശ്വാസമാണ്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 3 രൂപത്തിൽ അല്ലാഹു പറഞ്ഞു. ഒരാൾ മുസ്ലിമായിരിക്കെ മുശ്രിക്കാകുന്ന, കാഫിറാകുന്ന, മുനാഫിക്കാകുന്ന അപകടകരമായ ഒരവസ്ഥയാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നത് നമ്മളിൽ പലപ്പോഴും പലരും അറിഞ്ഞു കാണില്ല.
ഇത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സക്കാത്ത് കൊടുക്കാത്തവർക്ക് ഭയാനകമായ ശിക്ഷയെപ്പറ്റി അല്ലാഹു തആല താക്കീത് നൽകുന്നത്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സക്കാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയുമെല്ലാം തന്നെ എന്തിയാക്കി വെക്കുന്നവർ, സ്വർണം വെള്ളി എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ നാണയമാണ്, നിധിയാക്കി വെക്കുന്നവർ സൂക്ഷിച്ചു വെക്കുന്നു. ഇന്ന് നമ്മുടെ പണക്കാരെ നാം നോക്കിയാൽ പലരും അവർ ബാങ്കുകളിലും മറ്റുമെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഇന്ത്യൻ ബാങ്കുകളിൽ ചിലപ്പോൾ പണം കൂടിപ്പോയാൽ ഇടിയും മറ്റും വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യക്ക് പുറത്തുള്ള സ്വിസ് ബാങ്കും മറ്റുമെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെയും ഇതിൻ്റെ ഈ അർത്ഥത്തിൽ അവർ അന്വയിക്കപ്പെടുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. 3 കാര്യങ്ങൾ അല്ലാഹു തആല ഒട്ടികയായിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഉണ്ട്, മറ്റൊന്നുണ്ടായില്ല എങ്കിൽ കാര്യമില്ല, ഫലമില്ല. ഒന്നുണ്ടായി പിന്നൊന്നുണ്ടായില്ല, കാര്യമില്ല. ആരാണ് പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നേരിട്ട് ദീന് പഠിച്ച പ്രവാചകൻ തലയിലേക്ക് കൈവച്ച് ഇൽമ് കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നു, 3 കാര്യങ്ങൾ അള്ളാഹു ഒട്ടികയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഏതെല്ലാമാണ് അദ്ദേഹം പറയുന്നത്? അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. ഒട്ടിക അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കറോ, റസൂലുള്ളാഹിനെ അനുസരിക്കറോ. ഇബ്നു അബ്ബാസ് പറയുന്നു, ഒന്നുണ്ട്, അള്ളാഹനെ അയാൾ ശരിക്കും അനുസരിക്കറ്, റസൂലുള്ളാഹിനെ അനുസരിക്കുന്നില്ല, റസൂലൊന്നൊക്കെ വേണ്ട എങ്കിൽ കാര്യമില്ല. അള്ളാഹിനോട് അനുസരിച്ചിട്ട് കാര്യമില്ല. ഇനി ഒരാൾ റസൂലുള്ളാഹിനെ അനുസരിക്കരുത്, അള്ളാഹിനെ അനുസരിക്കുന്നില്ല, കാര്യമില്ല, അതുകൊണ്ട് ഫലമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചൊല്ലുന്നത് അഖീമുസ്സലാഹ് വഅത്തുസ്സക്കാ. ഖുർആനിൽ കാണാം, അഖീമുസ്സലാ വഅത്തുസ്സക്കാ, നിങ്ങൾ നിസ്കരിക്കറോ, സക്കാത്ത് കൊടുക്കറോ. നിസ്കരിക്കരുത്, നിസ്കാരം നല്ല സുന്നത്തും ഫറളും എല്ലാം നിസ്കരിക്കരുത്, സക്കാത്തില്ല, കാര്യമില്ല. അല്ലെങ്കിൽ സക്കാത്ത് കൃത്യമായി കൊടുക്കരുത്, നിസ്കാരമില്ല, കാര്യമില്ല. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യറോ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഉമ്മ അബ്ബന്മാരോട് നിങ്ങൾ കരുണ കാണിക്കറോ, നന്മ ചെയ്യോറൂ. 2 ഒട്ടിക പറഞ്ഞു. അപ്പോൾ ഒരാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യറു, ശിർക്കൊന്നും ചെയ്യുന്നില്ല എന്നല്ല, തൗഹീദാണ്. പക്ഷേ ഉമ്മ അബ്ബന്മാരോട് കടപ്പാടുകൾ പൂർത്തിയാക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഉമ്മ അബ്ബന്മാരോട് നല്ല നിലക്ക് വർത്തിക്കുന്നു, പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ശിർക്കിന്റെ കാര്യത്തിൽ അയാൾ അവിടെ കൂട്ടാക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ 3 കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ നമുക്ക് കാണാം, കുറെ ആളുകൾ സക്കാത്തിനെ നിഷേധിച്ചു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ അവർ സക്കാത്ത് കൊടുത്തു. റസൂലുള്ള വഫാത്തായപ്പോൾ അവരുടെ വാദം, അങ്ങനെയൊക്കെ പുതിയ വാദക്കാരൊക്കെ ഓരോ കാലഘട്ടത്തിൽ വരുമല്ലോ. അവരുടെ വാദം എന്തായിരുന്നു? സക്കാത്ത് കൊടുക്കേണ്ടത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമാണ്, ഇപ്പൊ ഇനി സക്കാത്തിന് ആവശ്യമില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു, സങ്കല്പമായിരുന്നവർക്ക്. സക്കാത്തിനെ അവർ നിഷേധിച്ചു. ആ നിഷേധിക്കാൻ മറ്റൊരു കാരണവും അവർക്കുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ലോല ഹൃദയമുള്ള ആളാണ്. ഞങ്ങളങ്ങനെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഒന്നും അയാൾ ചെയ്യൂല, ഇവരെ നടപടിയൊന്നും എടുക്കൂല എന്നിവരൊക്കെ വിചാരിച്ചു, സക്കാത്ത് നിഷേധികൾ. കാരണം ലോല ഹൃദയൻ, സെൻസിറ്റീവ് മാനാണ്, സെൻസിറ്റീവായി പോകുന്ന. അതായത് നിസ്കാരത്തിനൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ നരകത്തെ പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ കരഞ്ഞു പോകും, ഉൾപ്പെട്ടു പോകും. ചിലപ്പോൾ നിസ്കരിക്കാൻ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആയി പോകുമോ എന്ന് തോന്നിപ്പോകും. ഇതവർക്കറിയാം, ലോല ഹൃദയനാണ് അദ്ദേഹമെന്ന്. അങ്ങനെയാണ് അവർ സക്കാത്തിനെ നിഷേധിച്ചത്. എന്നാൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, വളരെ ശക്തമായ നിലപാട് അവരോട് സ്വീകരിച്ചു. വല്ലാഹി ലൗഖാതിലന്ന മൻ ഫറഖ ബൈന അസ്സലാത്തി വസ്സകാത്ത്
വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സകാത്തി വസ്സലാത്ത്, ആര് നിസ്കാരത്തിനെയും സകാത്തിനെയും ഇടയിൽ വിവേചനം താരതമ്യം കാണിക്കാറ്, ഞാൻ അവരൊട്ട് പോരാടുക തന്നെ ചെയ്യും, യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. നോക്കണം, സാധാരണ പോരാട്ടം നടത്തുന്നത് ആരോടാണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കളോടാണ്. മറ്റു മതസ്ഥരായ ഇസ്ലാമിൻ്റെ ശത്രുക്കളോടാണല്ലോ പോരാട്ടം നടത്തുന്നത്. പക്ഷെ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് എന്തരെ? സകാത്തിന്റെ വിഷയത്തിൽ, അതേപോലെ നിസ്കാരത്തിന്റെ ഇടയിൽ ആര് താരതമ്യം കാണിച്ചാൽ അങ്ങോട്ട് ഞാൻ പോരാട്ടം നടത്തും. ഇത് സഹാബത്തുക്ക് തന്നെ ചില സംശയമുണ്ടായി. സഹാബത്തൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖെ താങ്കൾ അവരോട് യുദ്ധം ചെയ്യുക? വകൈഫ തുഖാതിലുഹും വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുറാറല്ലേ, അങ്ങ് 5 നേരം നിസ്കരിക്കാറല്ലേ, അങ്ങ് നോമ്പ് നോക്കാറല്ലേ, പിന്നെ എങ്ങനെ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തെല്ല് പോലും എക്സ്ക്യൂസ് കാണിക്കുന്നില്ല. വല്ലാഹി ലൗ മനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹ് ലഖാതൽതുഹും അലാ മൻഇഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ഇഖാല് അങ്ങ് സകാത്ത് കൊടുത്തിട്ടായിട്ട് എൻ്റെ ഭരണത്തിൽ അങ്ങ് സകാത്ത് തന്നില്ല എങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. ഇഖാലിട്ട് ചെന്നെങ്കിൽ ഈ ഒണ്ട ഓടിപ്പോകാതിരിക്കണക്ക് വേണ്ടി അതിരെ കാലുക കെട്ടിര ഒരു ബള്ളിയാ എന്തോ ആ കാലഘട്ടത്തിൽ അതിരെ കാലുകനെ കെട്ടിക്കൊണ്ടായിരുന്നു, ഒരു വളയം പോലും. അതുകാണ് ഇഖാലിട്ട് ചൊല്ലുന്നത്. അപ്പൊ അതുപോലും സക്കാത്ത് റസൂലുള്ളാഹിയുടെ കാലത്ത് കൊടുത്തു, എൻ്റെ ഭരണത്തിന് കീഴിൽ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ അവരോട് പോരാടുക തന്നെ ചെയ്യും. കാരണം അത് മുതലിൻ്റെ സക്കാത്താണ്, അത് പണത്തിന് അള്ളാഹു നൽകേണ്ട കടമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സക്കാത്തിൻ്റെ കാര്യത്തിൽ നാം മനസ്സിലാക്കണം. നോക്ക്, ഇന്ന് ആധുനിക ലോകമെന്ന് പറയുന്നത്, ആധുനിക ലോകത്തെ സാമ്പത്തികമായ സമ്പൽ വ്യവസ്ഥിതി അത് പലിശയിൽ അധിഷ്ഠിതമായിട്ടിക്കറ്, ബഡ്ഡിയിൽ അധിഷ്ഠിതമായിട്ടിക്കറ്. ബഡ്ഡിയില്ലാത്ത, പലിശയില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥിതി, ഒരു ഫിസ്ക്കൽ പോളിസി എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ എന്തുണ്ടായി? ഈ ബഡ്ഡി, ഈ പലിശ, ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വന്നപ്പോ അവിടെ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടായി. ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടായപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ഈ പരിശുദ്ധ ഇസ്ലാമിലെ ആ സമ്പൽ വ്യവസ്ഥിതിയിലേക്ക് മടങ്ങിയാലോ അതിൽ പരിഹാരമുണ്ടാകും എന്ന് ചൊല്ലുന്നൊരവസ്ഥയിലേക്ക് വരെ എത്തി. ഇസ്ലാമുക്ക് അതിൻ്റെതായിട്ട് ഫിസ്ക്കൽ പോളിസി ഉണ്ട്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ പലിശയെപ്പറ്റി, ബഡ്ഡിയെപ്പറ്റി ചൊല്ലുരെ അതിന് ഒട്ടികമേ സക്കാത്തിനെ പറ്റിയും ചൊല്ലിയത് നമുക്ക് കാണാൻ സാധിക്കും. സക്കാത്തിനെയും പലിശയുടെ ഒട്ടികമേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി പലിശ സംബന്ധമായിട്ട് അവതീർണമായതായിട്ടിക്കരെ ആയത്തായിട്ടിക്കരെ സൂറത്തുർ റൂമിലെ ആയത്ത്. എന്തിനെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്? വമാ ആതൈതും മിർ റിബാ ലിയർബുവ ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ്. പലിശയെപ്പറ്റി ഇന്ന് ജനങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? രാഷ്ട്രങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? പലിശ എന്ന് ചെന്നെങ്കിൽ ഇൻട്രസ്റ്റ്, യൂഷ്വലി നമ്മൾ ചൊല്ലരെ ബഡ്ഡി ഉണ്ടല്ലേ, ബഡ്ഡിയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണല്ലോ. ആ ബഡ്ഡി കൊണ്ട് പണം ഇൻക്രീസ് ആവുകയാണ് ചെയ്യരുതെന്നാണ് ആധുനിക കൺസെപ്റ്റ്. അതുകൊണ്ടാണല്ലോ എവിടെന്നോ എല്ലാത്തിലും ബഡ്ഡി ബഡ്ഡി പലിശ. അതിലൂടെ എന്തുണ്ടാകും? ഇൻക്രീസ് ഉണ്ടാകും അല്ലേ? എന്നാൽ സക്കാത്തിനെ പറ്റി ചൊല്ലുമ്പോഴത്തോ ജനങ്ങളെ കൺസെപ്റ്റ് എന്തിനെ? സക്കാത്തിൽ പണം കുറഞ്ഞു പോകരുത് അല്ലേ, സമ്പത്ത് കുറഞ്ഞു പോകരുത്, ഡിക്രീസ് ആവരുത്. അപ്പുറത്ത് റിബായിൽ ഇൻട്രസ്റ്റിൽ ഇൻക്രീസ് ആവറു, ഇപ്പുറത്ത് സക്കാത്തിൽ ഡിക്രീസ് ആവറു. ജനങ്ങളുടെ കോൺസെപ്റ്റ് അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഡ്ഡിയെ പറ്റി ചൊല്ലുക അതേ സ്ഥലത്ത് സക്കാത്തിനെ പറ്റിയും ചെന്നത്. ആ വിശ്വാസം, ആ കോൺസെപ്റ്റ് തെറ്റാണ്. അല്ലാഹു തആല ചൊല്ലുന്നു, വമാ ആതൈതും മിർ റിബാ,
നിങ്ങൾ ബഡ്ഡിയായി പലിശക്കായി നിങ്ങൾ കൊടുക്കരുതുണ്ടല്ലേ. നിങ്ങളുടെ സമ്പത്തിൽ ഇൻക്രീസ് ഉണ്ടാവണുണ്ട് ചൊന്നത്തു നിങ്ങൾ ബഡ്ഡിയായിട്ട് കൊടുക്കാറല്ലേ. ഫലാ യർബു ഇൻദല്ലാഹ്, അത് ഒരിക്കലും അതിൽ ഇൻക്രീസ് ഉണ്ടാവൂല. കാരണം എന്താണ്? അത് മറ്റുള്ളവരിൽ നിങ്ങൾ നടത്തുന്ന, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ, മറ്റുള്ളവരുടെ വെൽത്തിൽ നിങ്ങൾ നടത്തിയതായിട്ടിക്കരുത്, എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടിക്കരുത്, ചൂഷണം, ശോഷണം. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കൊണ്ട് പോകുന്നില്ല. റിബയിലൂടെ നാശമാണ്, സർവനാശമാണ് ഉണ്ടാകുന്നത്. അതാണ് ഇന്ന് ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയിലുള്ള ക്രൈസിസ്ക്ക് കാരണം റിബയാണ്, നാശമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. പിന്നീട് അല്ലാഹു തആല ചൊല്ലുന്നത് വമാ അതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നിങ്ങൾ കൊടുക്കുന്ന സകാത്ത് ഉണ്ടല്ലേ, ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അതിലൂടെ നിങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ ഇരട്ടിയായി ചെമ്മയായി മൾട്ടിപ്ലയറായി നിങ്ങൾ മാറാറ്, മൾട്ടി ആയിട്ട് നിങ്ങൾ മാറാറ് സകാത്തിലൂടെയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുറും. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സകാത്ത് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്നിട്ട് ആവശ്യപ്പെടുന്ന സകാത്ത് ഉണ്ട് ചൊല്ലുന്നത് വളരെ കുറച്ചാണ്. 2.5% മാത്രമാണ് അല്ലാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ബാക്കി 97% നമുക്കാണ്. അത് തന്നെ നമ്മുടെ ചെലവെല്ലാം കഴിച്ച്, നമുക്ക് വാടക കൊടുക്കണമുണ്ടോ അതെല്ലാം കഴിച്ച്, നമ്മുടെ മക്കൾക്ക് മെഡിസിനോ എഡ്യൂക്കേഷനോ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കളിച്ചിട്ട് ബാക്കി വന്നതിൽ നിന്നിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത്? 2.5% നിങ്ങൾ കൊടുക്കേണ്ടത്. മിക്കതിലും അങ്ങനെയാണ്. ചിലതിൽ ഒഴിച്ച് ഇപ്പം ജാനുവാറുകളും ആനിമൽസിലൊക്കെ അതിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. വേറെ ചില പിന്നെ കാർഷികമായിട്ടിക്കരെ പ്രോഡക്ട്സ്, കാർഷിക വിളകളാണെങ്കിൽ അതൊരു ആ ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയം, കൊയ്തെടുക്കുന്ന സമയം, അതിന് കിലോ എല്ലാം നോക്കിയിട്ടാണ്. ബാക്കി മിക്കതിലും സകാത്ത് ഇസ്ലാം നിർണയിച്ചിട്ടുള്ള 2.5% നോക്കണം നിങ്ങൾ. 2.5% മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്കാണ്. ഉദാഹരണമായിട്ട് നാം ചൊല്ലുകയാണെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ വേണ്ടി ചൊല്ലുന്നത്, ഒരു വലിയ ഒരു അപ്പം നിങ്ങൾ സങ്കല്പിക്കൂ. അപ്പം ചെന്ന് പിടിയത്തില്ല, തിന്നൊരപ്പം, വലിയ ഒരു അപ്പം. ആ വലിയ ഒരു അപ്പത്തെ നിങ്ങൾ 10 പീസാക്കൂ, 10 കഷ്ണമാക്കൂ. 10 1 2 3 10 കഷ്ണമാക്കിയാറ്, 10 പീസാക്കിയാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറു, ആ 10 പീസിൽ വലിയ പീസും നിങ്ങൾ എടുക്കറൂ, നിങ്ങൾ തിന്നറൂ. മനുഷ്യ, നീനും നിന്റെ പെഞ്ഞായും മക്കളും തിന്നറൂ വലിയ പീസും. ബാക്കി ഒരു പീസുണ്ടല്ലേ, ബാക്കി ഒരു പീസിനെ അതിനെ പിന്നെയും 4 പീസാക്കറോ, അതിനെ പിന്നെയും 4 പീസാക്കറോ. എന്നിട്ട് ആ 4ൽ 3 പിന്നെ നിങ്ങൾ തിന്നറോ. ബാക്കി വേണ്ട ആ ഒരു ചെറിയ പീസ് അത് നിങ്ങൾ സകാത്തായിട്ട് കൊടുക്കറോ. 10ൽ 1 4ൽ 1 ആ ചെറിയ ഒരു പീസ് ഉണ്ടല്ലേ, അത് പാവങ്ങൾക്കുള്ളതാണ്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറായി വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീലി ഫരീളതൻ മിനല്ലാഹ്. അത് അല്ലാഹു തആലാക്ക്, അത് അല്ലാഹ് തന്ന സമ്പത്ത്. കാരണം സകാത്ത് എന്ന് പറഞ്ഞാൽ അതാണ് എറാഡിക്കേഷൻ ഓഫ് പോവേർട്ടി. remove poverty from the society, from the community. ഈ സമൂഹത്തിൽ poverty ഉണ്ടാവണമെങ്കിൽ തീര, അതായിരിക്കും ഇസ്ലാമിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ലോകത്തെ ആധുനിക സമ്പൽ വ്യവസ്ഥ അതിന്റെ വക്താക്കൾ പറയുന്നത്, ഒരുപാട് ക്രൈസിസുകൾ വരുമ്പോൾ ഇസ്ലാമിക് ഫിസ്ക്കൽ പോളിസിയിലൂടെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. കാരണം അത് പലിശമുക്തമായിട്ടിക്കരെ സമ്പൽ വ്യവസ്ഥിതിയായിട്ടിക്കറുണ്ട് ഇല്ലേ. ചരിത്രത്തിൽ നാം കാണുന്നില്ല പ്രിയമുള്ളവരെ, എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെയൊക്കെ ധാരാളം തെളിവുകൾ. അതുകൊണ്ടല്ലേ മഹാത്മജി പോലും പറഞ്ഞത്, പരസ്യമായി മഹാത്മാഗാന്ധി പോലും പറഞ്ഞത്, ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ് എന്ന്. ആരാ പറയുന്നത്? മഹാത്മജി പറഞ്ഞു. ഇല്ലേ, ഖലീഫ ഉമറിന്റെ കാലത്ത് സംഭവിച്ചില്ലേ അത്? മുആദ് ഇബ്നു ജബലിനെ ഗവർണറായി യമനിലേക്ക് പറഞ്ഞയച്ച സന്ദർഭമുണ്ട്. അങ്ങേയറ്റം പോവേർട്ടി ലൈൻ, അതിൻ്റെ അണ്ടർ ദ പോവേർട്ടി ലൈനിലായിരുന്നു ആ രാജ്യം യമൻ എന്ന് പറയുന്നത്. പച്ചപ്പാവങ്ങളായിരുന്നു.
മഹാനായ ഖലീഫ ഉമർ പറഞ്ഞു, ഇതാ അവരിൽ നിന്നിട്ട്, അവരുടെ സമ്പന്നന്മാരിൽ നിന്ന്, അവരിൽ നിന്നുള്ള റിച്ച് പീപ്പിളിൽ നിന്ന് സമ്പത്ത് കളക്ട് ചെയ്ത് പാവങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ അദ്ദേഹം ചെയ്തു. ആ വർഷത്തിന്റെ അവസാനത്തിൽ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഒരു ഭാഗം ബാക്കിയായി, കൊടുത്തിട്ട് പിന്നെയും ബാക്കിയായി, എല്ലാം തീർന്നില്ല. അതിന് മദീനയിലേക്ക് അയാൾ അയക്കറ്. ഉമർ റളിയല്ലാഹു അൻഹു കേക്കറ്, എന്ത് ഇങ്ങോട്ട് അയച്ചത്? അതിനവിടമേ കൊടുത്ത് തീർക്കണമായിരുന്നില്ലേ? മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇവിടെ ആളില്ല, എല്ലാം കൊടുത്ത് തീർന്ന്, ബാക്കി വന്നതാണ് ഉമർ അമീറുൽ മുഅ്മിനീൻ. പിറ്റേത്തെ വർഷം വന്ന്, പിറ്റേത്തെ വർഷം ഉണ്ടാവും ഇതേപോലെ. അപ്പോ ആളുമാർ സമ്പന്നന്മാരായിട്ട് ഇങ്ങനെ വെൽത്തി പീപ്പിൾ ചെമ്മയായിട്ട് മുന്നത്തെ വർഷത്തേക്കാളും അങ്ങനെ സക്കാത്ത് കലക്ടാക്കി കൊടുത്തു നോക്കുമ്പോൾ 2/3 ഭാഗം ബാക്കിയായിട്ട് അതിനെയും എവിടേക്ക് അയച്ചിട്ട്? മദീനയിലേക്ക് അയച്ചിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കേക്കറി, എന്തേ ഇത് ഇത്രയെല്ലാം ഇവിടെ അയച്ചത്? അവിടെ ഇല്ലേ ആളുമാർ പാവപ്പെട്ടവർ? ഇല്ല അമീറുൽ മുഅ്മിനീൻ, പാവപ്പെട്ടവർ കുറഞ്ഞോണ്ട് വരുന്നുണ്ട്. 3-ാമത്തെ വർഷം നോക്കിയപ്പോ ആരും സക്കാത്ത് വാങ്ങുക ആളില്ല. സക്കാത്ത് വാങ്ങുക ആളില്ല, എല്ലാവരും റിച്ചായി കഴിഞ്ഞു. നോക്കണം, ഇതാണ് പ്രിയമുള്ളവർ ഇസ്ലാമിൻ്റെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നിട്ടും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് നമ്മളിൽ പലരും നോക്കുന്നത്. ബംഗാർക്ക് സക്കാത്ത് കൊടുക്കണോ, ധരിക്കര ബംഗാർക്ക്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ കർമ്മശാസ്ത്ര വിഷയം ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായി നമുക്ക് സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് വെറും കേവലം 2.5% മാത്രമാണ്. അത്രമാത്രമാണ്. സ്വർണ്ണ നാണയം, വെള്ളി നാണയം, ഇന്നത്തെ കറൻസി നോട്ട്സുകൾ, പ്രവാചകൻ്റെ കാലത്തെ കറൻസി നോട്ട്സ് എന്ന് പറയുന്നത് അതാണ്. വെള്ളി, ബംഗാർ, ഇതാണ് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതാണ് കൊടുത്തിരുന്നത്. വെള്ളിയും ബംഗാർ ഉണ്ട്, കറൻസി നോട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രവാചകൻ്റെ കാലത്തെ വെള്ളി നാണയം, അതിൻ്റെ വില നോക്കണം. 595 ഗ്രാം വെള്ളി, അതാണ് അതിൻ്റെ നിസാബ്. അത് എത്രയാണ് ഇന്നത്തെ കറൻസി നോട്ട്സിൽ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ 2.5% ഇവിടെ ആയിട്ടില്ലേ, അത്ര കൊടുക്കണം. അത് നിർബന്ധമാണ്. അത് കൊടുക്കുക എന്ന് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ ആയിട്ടില്ലേ. അപ്പോൾ അത് ധരിക്കുന്ന ആഭരണമായാലും പണ്ഡിതന്മാർ പറയുന്നു സൂക്ഷ്മത, അതൊക്കെ സക്കാത്ത് കൊടുക്കണമെന്നാണ്. ധരിക്കുന്ന ആഭരണം ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അവർ ചിലപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരിക്കാം. ഒരാളിപ്പോൾ ഒരു പെണ്ണ് അവളുടെ ഔത്തിൽ ഭർത്താവിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ ധരിക്കുന്ന സ്വർണം, അത് ആവശ്യമില്ല. വേറെ ഇണ്ട് കാണുന്നത് എങ്ങനെയല്ലോ, 50ഉം 100ഉം പൗണുമൊക്കെ ഉള്ള സ്ത്രീകൾ, അവർ സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സൂക്ഷ്മത സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഹദീസിലേക്ക് നാം പരിശോധിച്ച് നോക്കിയാൽ, സഹാബത്തിൻ്റെ ആസാറുകളിലേക്ക് നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കണോ, പ്രത്യേകിച്ചും ഈ മാസത്തിൽ ധാരാളമായി ഔദാര്യം ചെയ്യണോ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ്. എത്ര വലിയ കോടീശ്വരനായാലും അവൻ്റെ കയ്യിൽ വന്നിട്ടുള്ള സമ്പത്ത് അതിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. സമ്പത്തിൻ്റെ യഥാർത്ഥ ഓണർ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു തആല കൽപ്പിച്ചതുപോലെ അതിനെ നാം വിനിയോഗിക്കുമ്പോൾ ആ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ചും ഈ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അലസരായി പോകരുത്. അതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ച് എന്തെല്ലാം നിലക്ക് അവരെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത് നാം നല്ലപോലെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ നാം മറന്നു പോകരുത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. പള്ളിയുടെ ഓരോ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് പുറമെ നിങ്ങളെപ്പോലത്തെ ആളുകളുടെ ഉദാരമതികളുടെ സേവനം, സഹായ സഹകരണം ആവശ്യമാണ്. റമദാൻ മാസമാണ്, എത്രയോ ഇരട്ടി പ്രതിഫലമുള്ള മാസമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മുടെ ഈ തൗഹീദിൻ്റെ പള്ളിക്ക് ഉദാരമായ നിലക്ക് ഓരോരുത്തരും ഓരോ ആണും പെണ്ണും സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കും ഈ പള്ളിയിൽ. എല്ലാ റമദാൻ മാസത്തിലും ഞായറാഴ്ച ക്ലാസ് ഉണ്ട് ളുഹറിന് ശേഷം. അതിൽ കഴിയുന്നത്ര എല്ലാവരും ഭാഗഭാക്കാകണം. ലേൺ ദ ഖുർആൻ പുസ്തകം ഇവിടെയുണ്ട്. ഖുർആനൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി എക്സാം എഴുതാനുള്ള ആവശ്യത്തിനായി പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അത് വാങ്ങാൻ താല്പര്യമുള്ളവർ അത് വാങ്ങണം. പിന്നീട് കുറേ പേര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ, നമ്മുടെ ഒരു ആദർശ ബന്ധു, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയിട്ടുണ്ട്. വേറെ ഒരു സഹോദരൻ്റെ വേറെ ഒരു സ്ത്രീയും ഇതേപോലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ ആ ഉമ്മമാർക്ക്, ആ സഹോദരിമാർക്ക് അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാകട്ടെ. അവരുടെ ബർസഖി ജീവിതം, അവരുടെ ആഖിറത്തിലെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അല്ലാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ചില ആളുകളൊക്കെ രോഗികളാകുന്ന അവരുടെ ഭാര്യമാർക്ക് വേണ്ടി, ഒരാളുടെ ഭാര്യ അങ്ങേയറ്റം വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലായിരുന്നു. ഇനി ആ രോഗം മടങ്ങി വന്നാൽ പ്രയാസമാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ വല്ലാത്ത വിഷമത്തിലാണ്. അതേപോലെ തന്നെ വേറെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മാസം, ആ സഹോദരിമാർ, അവരുടെ ആ ഭാര്യന്മാരുടെ രോഗം എന്താണ് എന്നറിയുന്നവൻ റബ്ബു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ എത്രയും വേഗത്തിൽ നീ അവർക്ക് ശിഫ നൽകി നീ അവരെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. കാമിലായ ശിഫ നീ അവർക്ക് നൽകണം അല്ലാഹ്. സമ്പൂർണമായ ശിഫ ആ സ്ത്രീകൾക്ക് നൽകണം. ഇനി ഒരിക്കലും ആ രോഗമോ അത്തരത്തിലുള്ള വേറെ മാരകമായ രോഗമോ അവർക്ക് ബന്ധപ്പെട്ടു പോകാതെ റബ്ബേ നീ അവരെ കാത്തുരക്ഷിക്കണം യാ അല്ലാഹ്. അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ ഇനിയും ഒരുപാട് കാലം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് കൂടുവാൻ നീ അവർക്ക് തൗഫീക്ക് നൽകണം യാ അല്ലാഹ്. വേറെ ഒരാൾ, അയാളുടെ ബിസിനസ് എല്ലാം പരാജയപ്പെട്ട് വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ഒരാൾ, അയാളുടെ ബിസിനസ് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹമുർ-റഹീമായ രാജസയ്യിദായ സമദായ അല്ലാഹ്, ഹലാലായ നിലക്കുള്ള കച്ചവടം ചെയ്യുവാൻ അദ്ദേഹത്തിന് നീ തൗഫീക്ക് നൽകണം റബ്ബേ. ആ ബിസിനസ്സിൽ നീ അദ്ദേഹത്തിന് ധാരാളം ഖൈറുകൾ, ധാരാളം ലാഭങ്ങൾ നീ പ്രദാനം ചെയ്യണം റബ്ബേ. അങ്ങനെ ധാരാളം ലാഭം അദ്ദേഹത്തിന് നൽകുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുവാൻ അദ്ദേഹത്തിന് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളിൽ പലരും പല വിധത്തിലുള്ള ഉദ്ദേശങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ ഈ സദസ്സിലുണ്ട് റബ്ബേ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാം തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട്. അർഹമുർ-റഹീമീനെ, അവരുടെ എല്ലാവരുടെയും രോഗം നീ പൂർണ്ണമായ ശിഫ നൽകി നീ അതിനെ ശിഫിയാക്കണം റബ്ബേ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നോറ്റതായിരിക്കുന്ന ഈ റമദാനിലെ നോമ്പ് നാളെ നിൻ്റെ മുമ്പിൽ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന നോമ്പാക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون
വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ.